പുനരധിവാസ ഭൂമിയിലുള്ള വനവകുപ്പിന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കണമെന്ന് ആദിവാസി സംഘടനകൾ. പട്ടികവർഗ വികസന വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ വനവകുപ്പ് കാണിക്കുന്ന അപ്രമാദിത്വം അവസാനിപ്പിക്കണമെന്ന് ആദിവാസി സംഘടനാ നേതാക്കളായ എം ഗീതാനന്ദനും ശ്രീരാമൻ കൊയ്യോനും ഇരിട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആനമതിൽ നിർമ്മാണത്തിന് മരം മുറിക്കാൻ വകുപ്പ് നിർബന്ധിച്ച് ഒപ്പുവെച്ച കരാർ റദ്ദാക്കണം. ഫാമിലെ മരങ്ങൾ വനവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതല്ല. ആ ഭൂമി കൂടി തങ്ങളുടെ പരിധിയിലാക്കുവാനുള്ള ഗൂഢശ്രമമാണ് വനവകുപ്പ് നടത്തുന്നത്. വന്യജീവി സങ്കേതത്തിനുള്ളിലെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കലാണ് വനവകുപ്പിന്റെ പണി. ആദിവാസികളെ സംരക്ഷിക്കേണ്ടത് വനവകുപ്പ്. ആദിവാസികളെ കാട്ടാന കൊന്നതിന്റെ പേരിൽ TRDM ഉദ്യോഗസ്ഥർക്കെതിരെയും ജില്ലാ ഭരണകൂടത്തിനെതിരെയും ബോധപൂർവമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കണം. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച കെട്ടിടങ്ങൾ പണിതിട്ടും പുനരധിവാസ മേഖലയിൽ ആദിവാസികളുടെ ജീവനും സംരക്ഷിക്കാനുള്ള പ്രാഥമിക നടപടികൾ പോലും സ്വീകരിച്ചിട്ടില്ല. ഇക്കാര്യം ഉന്നയിച്ച് കോടതിയിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും പരാതി നൽകും. കാട് വെട്ടുന്നതിന് 800 രൂപയെങ്കിലും ദിവസക്കൂലി നൽകി നിയോഗിക്കണം. പുറം കരാറുകൾ അവസാനിപ്പിക്കണം. കാട്ടാനയെ തുരത്താൻ ആദിവാസികൾക്ക് ദിവസക്കൂലി നൽകി ഉത്തരവാദിത്തം നൽകണം. അതിർത്തിയിൽ വനംവകുപ്പ് കാവൽ ഏർപ്പെടുത്തണം. മേഖലയിലെ വനംവകുപ്പിന്റെ ഓഫീസുകൾ അടച്ചുപൂട്ടണം. ഫാമിനെ വന്യജീവി സങ്കേതം ആക്കുന്നതിനു വേണ്ടിയുള്ള അട്ടിമറിയാണ് വനംവകുപ്പ് ചെയ്യുന്നത്. ഫാമിൽ പൈനാപ്പിൾ കൃഷി ഒഴിവാക്കണം. പുനർകൃഷിക്കായി പൈനാപ്പിൾ കൃഷി ചെയ്യണമെങ്കിൽ കരാറുകാരുടെ ചെലവിൽ വൈദ്യുതി വേലി സ്ഥാപിക്കണം. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്നും നഷ്ടത്തിന്റെ വിഹിതം ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണമെന്നും ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദനും ആദിവാസി ദളിത് മുന്നേറ്റ സമിതി നേതാവ് ശ്രീരാമൻ കൊയ്യോനും ആവശ്യപ്പെട്ടു. ഫാമിലെ അടിയന്തരമായി ഗവൺമെൻറ് ചില നടപടികൾ എടുക്കണം. കാരണം ആനമതിൽ നിർമ്മാണം നടക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇതിനെ നീട്ടിക്കൊണ്ടുപോയിക്കൂടാ. അപ്പോൾ ഇനി ഒരു 2-3 വർഷം അതിൻ്റെ പണി തീർന്നിക്കാൻ സമയമെടുത്തേക്കാം. മറ്റൊന്ന്, മരം മുറിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം കൂടി ഷെഡ്യൂൾ ട്രൈബ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അതവിടെ നീക്കട്ടെ. ഇപ്പം ഞങ്ങൾ വയ്ക്കുന്നൊരു നിർദ്ദേശം, ആനമതിൽ നിർമ്മാണത്തിന് പൂർത്തീകരിക്കാത്ത ഭാഗങ്ങളിൽ ഉടനടി ചെയ്യാവുന്നത് വൈദ്യുതി ഫെൻസിങ് ആണ്. ഒരു 10 ദിവസം കൊണ്ടൊക്കെ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്താൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആനമതിൽ നിർമ്മാണം നടക്കുന്ന മുറക്ക്, കംപ്ലീറ്റ് ചെയ്യുന്ന മുറക്ക് ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് ആദിവാസികളുടെ പുരയിടങ്ങൾക്ക് 4-5 കുടുംബങ്ങൾക്കായി അത് കൊടുക്കാം. കാരണം ആനമതിലുണ്ടായാലും പന്നിശല്യം തടയുന്നതിനോ മാൻശല്യം തടയുന്നതിനോ കൃഷിക്ക് അത് മതിയാകില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വേസ്റ്റ് ആകില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു നിർദ്ദേശം. അതുകൊണ്ട് ഇമ്മീഡിയറ്റായി അതിനുവേണ്ടി ഒരു ഫണ്ട് വകയിരുത്തി, വലിയ തുകയൊന്നും വരില്ല. രണ്ടാമത്തത്, ഇപ്പോൾ ഈ കാട് വെട്ടിത്തെളിക്കാൻ കരാർ പേരിനുണ്ട് ഷെഡ്യൂൾ TRDMൻ്റെ, അത് വിപുലപ്പെടുത്തണം. കരാർ നൽകേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമുള്ളത്. പലപ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഫാമിൽ കുടിയിരുത്തപ്പെട്ട ആളുകളുടെ തന്നെ ഒരു തൊഴിൽ സേനയുണ്ടാക്കി TRDMനെ അത് ഓർഗനൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. അവരുടെ പ്രൊമോട്ടർമാരുടെ ഒരു അടിയന്തര ടാസ്ക് ആക്കി. ഇപ്പോൾ പ്രത്യേകിച്ചും കശുവണ്ടിയുടെ സീസണും കൂടി ആയതുകൊണ്ട് കംപ്ലീറ്റ് ക്ലിയർ ഫെല്ല് ചെയ്ത് വൃത്തിയാക്കേണ്ടതുണ്ട്. മൂന്നാമത്തത്, ഈ ആനയെ ഓടിക്കുക എന്ന് പറയുന്നൊരു ദൗത്യം വനം വകുപ്പിൻ്റെ ഒരു ബാധ്യതയായിട്ടാണ് നിലവിൽ കരുതപ്പെടുന്നത്. അവരത് ഓർഗനൈസ് ചെയ്യണം എന്നുള്ള മട്ടിലാണ്. അവരതൊരു ദിവസമൊക്കെ ചെയ്യും, അതോടുകൂടി അവസാനിപ്പിക്കും. അത് പോരാ. അതിനായി ഒരു വോളണ്ടിയർ കോർ ശമ്പളം കൊടുത്തിട്ട് വേതനം കൊടുത്ത് സ്ഥിരമായി ഉണ്ടാകണം കുറച്ച് നാളത്തേക്ക്. ഈ വൈദ്യുതി ഫെൻസിങ്ങിൻ്റെ നിർമ്മാണം താൽക്കാലികമായി കഴിയുന്നവരെയെങ്കിലും. ഇത് ഈ 2 കാര്യങ്ങൾക്കും, അതായത് കാട് വെട്ടിത്തെളിക്കുന്നതിനും ഈ ഒരു അടിയന്തരമായി ഇതിനൊരു വോളണ്ടിയർ കോർ ടീം ഒരു 100-150 പേര് സ്ഥിരമായി ജാഗ്രത പാലിക്കുകയും അതിർത്തിയിൽ അതിനുള്ള കാവൽ, അവർക്ക് അത്യാധുനിക ഉപകരണങ്ങൾ കൊടുത്താൽ അട്ടിയോടിക്കപ്പെടുന്ന ആനകൾ ഇതിനകത്തേക്ക് വരാതെ നോക്കാനും വന്നാൽ അടിയന്തരമായി അതിനെ പുറത്തേക്ക് എത്തിക്കാനും ഇത് രണ്ടും TRDMന് ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ ശ്രദ്ധപ്പെടുത്താൻ, പലപ്പോഴും ഇതിൻ്റെ എല്ലാം ഉത്തരവാദി വനം വകുപ്പാണെന്നുള്ള ഒരു ഇംപ്രഷൻ പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളിതിലൊന്ന് ഡിമാർക്കറ്റ് ചെയ്യണം. നമുക്ക് കിഴക്കൻ മലയോര മേഖല മുഴുവൻ തന്നെ വന്യജീവി സംഘർഷം ഒരു വലിയ പ്രശ്നമാണെന്ന് നമുക്കറിയാം. കോടതി ഉൾപ്പെടെ മൂല്യാവകാശ ലംഘനമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടല്ലോ. ഷാർല ഫാമിൻ്റെ സ്ഥിതി യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു ഏരിയ അല്ല. അത് എല്ലാവർക്കും അറിയായിരുന്നു. വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു അഡ്ജസൻ്റ് ഏരിയയിൽ കുടിയിരുത്തപ്പെട്ടതാണ്. അത് കുടിയിരുത്തുന്ന സമയത്ത് അവിടെ ഒന്നാന്തരം ഫെൻസിങ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അത് നമ്മളെല്ലാവരും അതിന് സാക്ഷ്യം വഹിച്ചതാണ്. 2006, 2007, 2008 വരെ അത് പ്രവർത്തനക്ഷമമായി. 7 വരെ പ്രവർത്തനക്ഷമമായിരുന്നു. 2008 ഞങ്ങളൊക്കെ അവിടെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന സമയത്താണ് ആദ്യത്തെ ആന കുട്ടനായിട്ട് അവിടെ പ്രവേശിക്കുകയും 13-ാം ബ്ലോക്കിലുള്ള കുറേയധികം കുടിലുകൾ നശിപ്പിക്കുന്നത്. അതെന്ത് ഇഷിത റായിയായിരുന്നു ഡിസ്ട്രിക്ട് കളക്ടർ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചുരുക്കത്തിൽ ആ ഒരു 2 വർഷം ഉണ്ടായിരുന്ന അവരുടെ പലതരത്തിലേക്ക് ചർച്ചകൾ പോയി. ട്രഞ്ചിൻ്റെ ഒരു അഭിപ്രായം വന്നു. ട്രഞ്ച് ഒരു 1.5 കിലോമീറ്റർ 13-ാം ബ്ലോക്കിൽ ചെയ്ത് നിർത്തി. നമ്മളൊക്കെ പ്രതീക്ഷയോടെയാണ് ട്രഞ്ചിൻ്റെ നിർമ്മാണം കണ്ടത്. പിന്നീട് വന്ന് മുള്ളുവേലിയാണ് മനയുള്ള ഒരു സംഭവം.
പിന്നീട് 1 കിലോമീറ്റർ 1.25 കിലോമീറ്റർ ആറ്റം ഒരു മോഡൽ എന്നുള്ള നിലയിൽ മതിൽ പണിതു. ചുരുക്കത്തിൽ എക്സ്പെരിമെൻ്റലായി ചില ഷോർട്ട് ടേം പരിപാടികൾ നടത്തുക, ഉപേക്ഷിക്കുക എന്നുള്ള നിലയിൽ 10 വർഷം അവർ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് പറ്റിയ ഏറ്റവും വലിയൊരു വീഴ്ച. ഉള്ള ഫെൻസിങ് ഡിസ്മാൻഡിൽ ചെയ്യപ്പെടുകയും ചെയ്തു, ബദലൊന്നും ഉണ്ടായിരുന്നില്ല എന്നിടത്താണ് ഈ വൻതുക 2008 ആന പ്രവേശിച്ചത് മുതൽ 2009 ഞങ്ങൾ 6 മാസക്കാലം ഈ വിഷയം ഉന്നയിച്ചിട്ട് ഇഷ്ടതാരമായിട്ടുള്ള സമയത്ത് കളക്ടറേറ്റ് പിടിക്കൽ സത്യാഗ്രഹം വരാമെന്ന് എനിക്ക് ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കുന്നു. കാര്യമായുള്ള ഒരു ബ്രേക്ക് ത്രൂ അതിനകത്ത് ഉണ്ടായില്ല. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. When you dream, it's okay, let him go. Your happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. Hey, Smile. how's it? This is fine. വീട് റെഡി. ആഹാ, എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers.